നമസ്കാരം. ഹിസ്ബുള്ള ഭീകരന്മാരെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാതെ വിശ്രമമില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ. അത് ഇസ്രായേൽ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ തലവനായിരുന്നു കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തകർന്ന് തരിപ്പണമായി. വൻ സ്ഫോടനങ്ങളോടെ 4 കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു വീണു. ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി ഹസൻ നസ്രുള്ളയ്ക്ക് സാധ്യമാവില്ല എന്ന കുറിപ്പോടുകൂടിയാണ് IDF സമൂഹ മാധ്യമമായ എക്സിൽ ഇത് പങ്കുവച്ചത്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണിതെന്ന് പറയാം. ബെയ്റൂട്ടിലേക്ക് നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവൻ ചാരമായെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ ഇതിനോടകം തന്നെ. ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ അധിക ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ ലബനിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറാവാനും സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹിസ്ബുള്ള വെടിമരുന്ന സംഭരണ സൈറ്റുകളെന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിൽ നിന്ന് ഒഴിയാൻ സൈന്യം താമസക്കാർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തങ്ങളുടെ രാജ്യം സാധ്യമായ കര ആക്രമണത്തിന് തയ്യാറാണെന്നാണ് വെളിപ്പെടുത്തിയത്. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ഗാസയുടെ അതേ ഗതി തന്നെ ലബനനും നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ താക്കീത് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ കടലിൽ നിന്നും ആകാശത്തു നിന്നും ഹിസ്ബുള്ളയെ ആക്രമിക്കുകയെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളൊരു കര ആക്രമണത്തിന് തയ്യാറാകണമെന്നാണ് നിലവിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകിയത്. ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അതേസമയം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാന് നേരെ നേർക്കുനേർ വെല്ലുവിളിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു UN പൊതുസഭാ യോഗത്തിൽ പ്രസംഗിക്കവെയായിരുന്നു ഈ വെല്ലുവിളി. നെതന്യാഹു UN പൊതുസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒട്ടേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ UN സഭ ബഹിഷ്കരിച്ച് കൂട്ടത്തോടെ ഇറങ്ങിപ്പോയിരുന്നു. ആകെയുള്ള 40,000 ആയുധധാരികളായ ഹമാസ് ഭീകരരിൽ 50% പേരെയും ഇസ്രായേൽ സൈന്യം കൊല്ലുകയോ പിടികൂടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹമാസ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഈ യുദ്ധത്തിന് അവസാനമാകുമെന്നും ഗാസയിൽ പിടിച്ചുവെച്ചിരിക്കുന്ന മുഴുവൻ ഇസ്രായേലികളെയും മോചിപ്പിക്കുകയും ചെയ്യണമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചതോടെ സുപ്രീം ലീഡറിന്റെ സുരക്ഷ ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിയാണ് ഇറാന്റെ സുപ്രീം ലീഡർ പദവിയിലുള്ളത്. ഇറാന്റെ സുപ്രീം ലീഡറെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഗൂഢാലോചനയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ 32 വർഷമായി ഹിസ്ബുള്ളയെ നയിച്ചത് കൊല്ലപ്പെട്ട നസ്രുള്ളയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനൊരു സന്ദേശം നൽകാനുണ്ടെന്നും ഉടൻ തന്നെ അത് പുറത്തുവിടുമെന്നുമാണ് നിലവിൽ ഇറാൻ അധികൃതർ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.